വാഗമണ്ണിലെ മനോഹരമായ മലനിരകളെ സാക്ഷിയാക്കി വനവാസം റിസോർട്ട് ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മുൻ വനം മന്ത്രി കെ.പി. വിശ്വനാഥന്റെ സഹോദരീപുത്രൻ അശ്വിന്റെ ഉടമസ്ഥതയിലുള്ള ഈ സംരംഭം ഇന്ന് രാവിലെയാണ് അദ്ദേഹം നാടിന് സമർപ്പിച്ചത്. സതീശന്റെ സാന്നിധ്യം റിസോർട്ട് ഉദ്ഘാടനത്തെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും സജീവ ചർച്ചയാക്കി മാറ്റിയിരിക്കുകയാണ്. ഉദ്ഘാടനത്തിന് മുൻപേ തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത വലിയ ട്രോളുകൾക്ക് വഴിവെച്ചിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചില്ലെങ്കിൽ താൻ വനവാസത്തിന് പോകുമെന്ന് വി.ഡി. സതീശൻ മുൻപ് പ്രഖ്യാപിച്ചിരുന്നു. ഇതേ പേരുള്ള റിസോർട്ട് തന്നെ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാനെത്തിയത് രാഷ്ട്രീയ എതിരാളികൾക്കും ട്രോളന്മാർക്കും വലിയ വിരുന്നായി മാറി. റിസോർട്ട് അധികൃതർ വലിയ ആഘോഷങ്ങളോടെയാണ് പ്രതിപക്ഷ നേതാവിനെ സ്വീകരിച്ചത്. പ്രിയ നേതാവിന് സ്വാഗതം എന്നെഴുതിയ വലിയ ഫ്ലെക്സുകൾ വാഗമണ്ണിലെങ്ങും സ്ഥാപിച്ചിരുന്നു. അദ്ദേഹം എത്തിയപ്പോൾ പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും അണികളും റിസോർട്ട് ജീവനക്കാരും ആവേശം പങ്കുവച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം റിസോർട്ടിലെ സൗകര്യങ്ങൾ വിലയിരുത്തിയ സതീശൻ പ്രകൃതി സൗഹൃദമായ ടൂറിസം പദ്ധതികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. കുടുംബാംഗങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളും ചടങ്ങിൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം വാഗമണ്ണിലെ കുന്നിൻ ചെരുവുകളിലൂടെ ട്രക്കിംഗ് നടത്താനും പ്രതിപക്ഷ നേതാവിന് പദ്ധതിയുണ്ടെന്നാണ് വിവരം. തിരക്കുപിടിച്ച രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ ലഭിച്ച ഈ ഇടവേള പ്രകൃതി ആസ്വദിക്കാനായി അദ്ദേഹം മാറ്റിവെക്കുകയായിരുന്നു. നേരത്തെ സതീശൻ പങ്കുവച്ച വനത്തിലല്ല വനവാസത്തിലാണ് എന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു. തിരഞ്ഞെടുപ്പിന് ശേഷം പരുന്തുംപാറയിലേക്ക് നടത്തിയ യാത്രയുടെ ദൃശ്യങ്ങളായിരുന്നു അത്. ഭാര്യ ലക്ഷ്മിപ്രിയ, മകൾ ഉണ്ണിമായ എന്നിവരും ഉറ്റ സുഹൃത്തുക്കളും അന്ന് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. സതീശന്റെ വനംവാസം പ്രയോഗത്തെ മുൻനിർത്തി സോഷ്യൽ മീഡിയയിൽ വരുന്ന ട്രോളുകളെ അദ്ദേഹം ചിരിയോടെയാണ് നേരിടുന്നത്. തിരഞ്ഞെടുപ്പ് കാലത്തെ തന്റെ വാക്കുകളെ അനർത്ഥമാക്കുന്ന രീതിയിൽ ഇത്തരമൊരു പേരുള്ള റിസോർട്ട് ഉദ്ഘാടനം ചെയ്യാനെത്തിയത് സതീശന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആയാണ് അനുയായികൾ കാണുന്നത്. വാഗമണ്ണിലെ ടൂറിസം മേഖലയ്ക്ക് ഈ പുതിയ സംരംഭം വലിയ ഗുണകരമാകുമെന്നാണ് ഉടമസ്ഥൻ അശ്വിൻ പ്രതീക്ഷിക്കുന്നത്. മുൻ മന്ത്രി കെ.പി. വിശ്വനാഥന്റെ കുടുംബാംഗമായതിനാൽ തന്നെ കോൺഗ്രസ് നേതാക്കളുടെ വലിയൊരു നിര ഉദ്ഘാടന ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാനെത്തിയിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂടേറിയ ചർച്ചകൾക്കിടയിൽ ഇത്തരമൊരു വനംവാസം വാർത്ത കേരള രാഷ്ട്രീയത്തിന് അല്പം ചിരിയും ചിന്തയും സമ്മാനിക്കുന്നു. എന്തായാലും വാഗമണ്ണിലെ ഈ പുതിയ റിസോർട്ട് സതീശന്റെ ഉദ്ഘാടനത്തോടെ വലിയ പബ്ലിസിറ്റിയാണ് നേടിയിരിക്കുന്നത്.